പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈശോയിൽ വിശ്വസിക്കേണ്ടതിന് പകരം തെറ്റായ ബോധ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പുറകെ അലയുന്നവരെക്കുറിച്ചാണ് ഈ തിരുവചനം സംസാരിക്കുന്നത്. പലരുടെയും ദൈനംദിന ജീവിതത്തിൽ വരെ ഇപ്രകാരമുള്ള അന്ധവിശ്വാസങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ആരൊക്കെയോ പറയുന്ന വാക്കുകൾ കേട്ട് ശകുനം നോക്കാനും മന്ത്രവാദ ആഭിചാര കർമ്മങ്ങൾ തുടങ്ങിയ പൈശാചിക പ്രവർത്തനങ്ങളുടെ പിറകെ പോയാൽ അത് നമ്മളെ തന്നെ വഞ്ചിക്കുകയും ഒടുവിൽ പരാജയത്തിൽ ജീവിതം തകർന്നടിയുകയും ചെയ്യും എന്നുള്ള മുന്നറിയിപ്പാണ് കർത്താവ് ഇന്ന് നമുക്ക് തരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലുതാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ലോകം വെച്ചു നീട്ടുന്ന പൈശാചികമായ പ്രേരണകളിൽ നിന്നും ഒഴിഞ്ഞുമാറി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ തിരിച്ചറിയുമ്പോഴാണ് ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈശോയിലുള്ള വിശ്വാസം ഹൃദയം കൊണ്ടും അധരം കൊണ്ടും ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. വഴിയും സത്യവും ജീവനുമായ കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും സമാധാനം നിറയുക. മിഥ്യാ ദർശനങ്ങളോ ധാരണകളോ നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കാത്ത വിധത്തിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.